എനിക്ക് വളരെ അത്യാവശ്യമായി നിങ്ങളെ ഒന്ന് കാണണം. നിങ്ങളിപ്പോ എവിടെയാണ്? വീട്ടിലാണോ അതോ ഓഫീസിലാണോ? രണ്ടിടത്തും അല്ല. ഞാൻ മറ്റൊരു പേഴ്സണൽ കാര്യമായിട്ട് എൻഗേജ്ഡ് ആണ്. ഇന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ഇന്ന് തന്നെ നിങ്ങളെ കണ്ടേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ സാർ, എന്റെ മോളുടെ ചില കാര്യങ്ങളുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലാ. ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. എനിക്കൊരു 5 മിനിറ്റ് തന്നാ മതി. ബട്ട് അത് ഇന്ന് തന്നെ വേണം. നിങ്ങളുടെ പോലീസ് മുറ എന്റെ അടുത്ത് എടുക്കരുത്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് എന്റെ പേഴ്സണൽ കാര്യത്തിനല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ആൻ എൻക്വയറി. എന്ത് എൻക്വയറി? അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞു കാണാം. നോ, ഇന്ന് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന് പോലീസ് ജീപ്പിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരേണ്ടി വരും. അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ കോടതി കയറി ഇറങ്ങാൻ മാത്രമേ സമയമുണ്ടാവൂ. എന്നെ കൊണ്ടത് ചെയ്യിക്കണോ? അതിനെ അസ്ഥികൂടമെന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. 5-6 കഷ്ണം എല്ലും ഒരു തലയൊട്ടിയും 7 കൊല്ലത്തോളം പഴക്കമുണ്ട്. അതിന് ഞാനെന്ത് വേണം? പറയാം. കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് പോലീസിന്റെ ഫോറൻസിക് എക്സ്പേർട്സ് സൂപ്പർ ഇമ്പോസിംഗ് എന്ന വിദ്യയിലൂടെ ആളിന്റെ ഒരു രൂപം ഉണ്ടാക്കിയെടുത്തു. അത് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. നോക്ക് മേഡം, ഇങ്ങനൊരാളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അപ്പോ പരിചയമുണ്ട്. ഈ മുഖം അത് പറയുന്നുണ്ട്. കിട്ടിയ തെളിവുകളൊക്കെ ഞാനൊന്ന് കാര്യമായിട്ട് അന്വേഷിച്ചു. കിട്ടിയ അയാളെ ദാ ഇയാളാണ് കക്ഷി. എന്റെ ചേച്ചി ആള് കൊള്ളാലോ. എന്റെ ചേച്ചി ഇതിനൊക്കെ ഒരുപാട് മുകളില. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അവരെന്തും ചെയ്യും. ദാ ഇതൊന്ന് നോക്കിയേ. ഇതെന്താ? ഇത് ഏതോ ഗവൺമെന്റ് ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ അല്ലേ? ഇത് കേരള സർക്കാരിന്റെ ഗസറ്റ് വിജ്ഞാപനമാണ്. ദത്തെടുത്ത പൂങ്കൊടി എന്ന കുഞ്ഞിന്റെ പേര് ചിപ്പി എന്ന് മാറ്റാനുള്ള ഗസറ്റ് പരസ്യം. അത് ശരി. അപ്പൊ ഒരു തമിഴത്തി കൊച്ചിനെ ദത്തെടുത്ത് സ്വന്തം മോളായി വളർത്തുന്നു. അങ്ങനെ വെറുതെ ഒരു കുഞ്ഞിനെ പോയി നിന്റെ ചേച്ചി ദത്തെടുക്കുവോ? ഇവളുടെ ചേച്ചിയായോണ്ട് എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആ കൊച്ചിന്റെ യഥാർത്ഥ അച്ഛനോ അമ്മയോ ആരാണെന്ന് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഓർഫനേജില് അതിന്റെ രേഖകൾ ഉണ്ടാവും. പക്ഷെ ഇത് അവിടെ ചെന്ന് അന്വേഷിച്ച മാത്രമേ അറിയാൻ പറ്റൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ. എന്റെ ചേച്ചി ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രഹസ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെ വെറുതെ ഒന്നും ഒരു കുഞ്ഞിനെ അവര് ദത്തെടുക്കില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അന്വേഷിക്കണം. നിന്റെ ചേച്ചി ഇന്ന് അനുഭവിക്കുന്ന സ്വത്തുക്കൾക്കെല്ലാം ആ കുഞ്ഞായിരിക്കും ഇനി അനന്തരാവകാശി. ആ കുഞ്ഞിന്റെ പേരിൽ ഇപ്പൊ തന്നെ നല്ലൊരു ഭാഗം എഴുതി വെച്ചിട്ടുണ്ടാവും. കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പുവരുത്താതെ ഓരോ ഓർഫണേജുകാരും അഡോപ്ഷൻ അനുവദിക്കില്ല. ഡോക്ടർ, ഞാൻ ആകെ കൺഫ്യൂഷനില്ല. എന്തുപറ്റി? ഡോക്ടർ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് ആണെന്നാ സിസ്റ്റർ എന്നോട് പറഞ്ഞത്. ആ സമയത്ത് അവിടെ ഒരു കുട്ടിക്ക് AB പോസിറ്റീവ് ബ്ലഡ് ആവശ്യമായിട്ടും വന്നു. എന്നിട്ട് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവാ. ഈ കുട്ടിക്ക് ഞാൻ ബ്ലഡ് കൊടുക്കാം.
വെരി ഗുഡ്. ഒരു ജീവൻ രക്ഷിക്കാൻ ബ്ലഡ് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതല്ല ഡോക്ടർ, എന്റെ പഴയ ട്രീറ്റ്മെന്റ് ഫയലുകൾ ഞാൻ ഒന്നുകൂടി പരിശോധിച്ച് നോക്കി. അതില് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബി പോസിറ്റീവ് എന്നാ. ഇതെങ്ങനെ ശരിയാവും ഡോക്ടർ? എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണെങ്കിൽ ഇന്ന് അവിടെ പരിശോധിച്ചപ്പോ അതെങ്ങനെയാ എ ബി പോസിറ്റീവ് ആയത്? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. ആ കുട്ടിക്ക് ബ്ലഡ് കൊടുത്തതോടെ ഒരു കാര്യം എനിക്ക് നല്ല ഉറപ്പായി. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി പോസിറ്റീവ് തന്നെയാ. പക്ഷേ പഴയ ഫയലില് ബി പോസിറ്റീവ് എങ്ങനെയാ വന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ. ഇതില് അത്ര വലിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചില തെറ്റുകൾ ലാബിൽ സംഭവിക്കാറുണ്ട്. പഴയ ലാബ് ടെക്നീഷ്യനെ പറ്റിയൊരു പിഴവാകാം. എന്തായാലും അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിക്കാം. ഡോക്ടർ, ഞാൻ പറയുന്നൊന്ന് വിശദമായിട്ടൊന്ന് കേക്ക്. എന്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. സമൃദ്ധയുടെ എല്ലാ സംശയങ്ങളും നമുക്ക് മാറ്റാം. ധൈര്യമായിട്ടിരിക്കും. എനിക്ക് ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. ഞാൻ പിന്നീട് വിളിക്കാം. ഓക്കെ.